ചേച്ചി എനിക്ക് തോന്നുന്നു സ്ക്രിപ്റ്റ് വായിച്ചിട്ട് ഷഹനാദ് DOP ആണ് ചേച്ചിയുടെ കാര്യം പറയുന്നത്. അന്ന് ചേച്ചി സിനിമയിൽ നിന്ന് മാറി നിൽക്കുന്നൊരു സമയമായിരുന്നു. അങ്ങനെ ഞാൻ ചേച്ചീനെ പോയി കാണുകയും ചേച്ചി ഇങ്ങനൊരു സബ്ജക്റ്റ് ഉണ്ട് കേൾക്കുന്നോ എന്ന് ചോദിച്ച് ചേച്ചി കഥ കേട്ടപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടു. പിന്നെ സ്ക്രിപ്റ്റ് വായിച്ച് പക്ഷേ ഈ പറഞ്ഞ പോലെ ഇമോഷണലി ചലഞ്ചിങ് ആയൊരു സബ്ജക്റ്റ് ആയതുകൊണ്ട് ചേച്ചിക്ക് അതിൻ്റെ ഒരു കൺസേൺ ഉണ്ടായിരുന്നു. കാരണം ചെയ്യുന്ന സീൻസൊക്കെ ചേച്ചീനെ ഇമോഷണലി ഭയങ്കരമായിട്ട് ഹോണ്ട് ചെയ്യും. സിനിമ ചെയ്തതിന് ശേഷവും ഇത്ര നാളായാലും അതിൻ്റെ ഒരു ഭാരം ഇപ്പോഴും മനസ്സിൽ ചേച്ചിക്കുണ്ടാവും. അതുപോലെ തന്നെ വളരെയധികം ജീവിതത്തിൽ വളരെയധികം ട്രാജഡീസും ഒക്കെ കടന്നുപോയത് കൊണ്ട് തന്നെ മരണത്തിൻ്റെ പ്രതീതി ഉളവാക്കുന്നൊരു വീട്ടിൽ നമ്മൾ 50 ദിവസം നിൽക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ളൊരു കാര്യമല്ല. അങ്ങനെയാണ് ചേച്ചി ഇതിലേക്ക് വരുന്നത്. പാർവതീനെ സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യം സിനിമ എഴുതിയപ്പം ഞാൻ പാർവതീനെ ആദ്യം അപ്രോച്ച് ചെയ്യുകയും അന്ന് ഇത് ഭയങ്കര ഇമോഷണലി ഇൻറ്റൻസ് ആയതുകൊണ്ട് പാർവതിക്ക് അന്ന് ചെയ്യാനൊരു ബുദ്ധിമുട്ട് പറഞ്ഞു. അങ്ങനെ പക്ഷേ ഞങ്ങൾ വീണ്ടും വർഷങ്ങൾക്ക് ശേഷം കോവിഡൊക്കെ കഴിഞ്ഞ് പടം ഒന്ന് നിന്നുപോയി. വീണ്ടും ഞങ്ങൾ പാർവതിയിലേക്ക് എത്തുകയും പാർവതി സ്ക്രിപ്റ്റ് കുറച്ച് മാറിയിട്ടുണ്ട്, കേൾക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുകയും പാർവതി കേൾക്കുകയും കേട്ട് അന്ന് തന്നെ പാർവതിക്ക് വളരെയധികം എക്സൈറ്റ്മെൻറ്റും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ പാർവതിയും ഈ പറഞ്ഞതുപോലെ വളരെയധികം ഹാർഡ് വർക്കും എഫോർട്ടും ഒരു സിനിമയിലേക്ക് ഇടുന്നതാണ്. പാർവതിയെ പോലെ ഒരാളുള്ളപ്പോൾ നമ്മുടെ ആസ് എ ഡയറക്ടർ നമ്മുടെ ജോലി വളരെ എളുപ്പമാകും. സോ എന്താണ് ബ്ലെസ്ഡ് എന്ന് പറയാനേ ഉള്ളൂ. ഏറ്റവും ടാലൻ്റ് ആയിട്ടുള്ള 2 ആക്ടേഴ്സിനോട് വർക്ക് ചെയ്യാൻ പറ്റിയതും. അവരില്ലെങ്കിൽ ഈ സിനിമയില്ല, അവരുടെ പെർഫോമൻസാണ് ഈ സിനിമേനെ എലിവേറ്റ് ചെയ്യുന്നത്. ഞാൻ എഴുതി വെച്ച പല സീൻ പോലും അവർ ചെയ്യുന്നത് കാണുമ്പോൾ അതിൻ്റെ ഒരു പുതിയ മാനവും പുതിയൊരു ഇമ്പാക്റ്റും ഒക്കെ ഉണ്ടാകുമായിരുന്നു. പറഞ്ഞതുപോലെ കുറച്ച് നാളത്തെ ഗ്യാപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു പ്രതീക്ഷ പോകുന്നൊരവസ്ഥ ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഒരുപാട് സാഹചര്യങ്ങളിൽ എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ ഈ സിനിമ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് തോന്നിയിട്ടുണ്ട്. പലരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഈ സിനിമ മാറ്റി വെച്ചിട്ട് വേറെ എന്തെങ്കിലും അടുത്തതൊരു ഫീമെയിൽ ലെഡ് അല്ലാതെ ഒരു സിനിമ എഴുതി കാരണം ഫീമെയിൽ ലെഡ് ആയിട്ടുള്ള സിനിമ മൗണ്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, വെള്ളപ്പൊക്കവും ഒക്കെ ഉള്ളൊരു സിനിമ മൗണ്ട് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട്, ഒരുപാട് കൂടെയുള്ള സുഹൃത്തുക്കളും ഒക്കെ ഇങ്ങനെ സിനിമകൾ ചെയ്യുമ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ട് അയ്യോ ദൈവം എന്തൊരു ചലഞ്ചിങ് ആയിട്ടുള്ളൊരു മൂമെൻ്റാണിത്. പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര ഹോപ്പ്ലെസ്നെസ്സിൽ കൂടെയൊക്കെ കടന്നു പോയിട്ടുണ്ട് ഈ സിനിമ ചെയ്യാനായിട്ട്. പക്ഷേ ഈ സിനിമ വിശ്വസിച്ച് റോണി സ്ക്രൂവാലയും ഹണീന്ദ്ര ഖാനും അഭിഷേക് ചോബയും മുന്നിലേക്ക് വന്നു, ആക്ടേഴ്സ് വന്നു, ഒരു കാസ്റ്റ് വന്നു. വളരെയധികം സന്തോഷമുണ്ട്. ഒരുപോലെ മത്സരിച്ച് അഭിനയിച്ച 2 പേർക്ക് ഒരാൾക്ക് അവാർഡ് കിട്ടുന്നു. അപ്പോൾ അതെങ്ങനെ ഒരു ഇല്ല, എന്നെ സംബന്ധിച്ചോളം ആ സിനിമ ചേച്ചിയുടെയും പാർവതിയുടെയും ആണ്. നമ്മൾ സിനിമ ചെയ്യുമ്പോൾ ആൾക്കാർ ജനങ്ങളത് സ്വീകരിക്കണമെന്ന് നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു 2 പേരുടെയും പെർഫോമൻസ് ജനങ്ങൾ ഒരുപോലെ സ്വീകരിച്ച പെർഫോമൻസാണ്. അതാണെന്ന് തോന്നുന്നു ഏറ്റവും വലിയൊരു അംഗീകാരം എന്ന് പറയുന്നത്. ഇല്ല, ഈ നാഷണൽ അവാർഡ് കിട്ടിയതിന് ശേഷം സംസാരിക്കാനുള്ളൊരു ഇടവേള കിട്ടിയില്ല. സ്റ്റേറ്റ് അവാർഡ് കിട്ടിയപ്പോൾ വിളിച്ച് ഒരുപാട് നേരം സംസാരിക്കുകയും ചേച്ചിക്ക് വളരെയധികം സന്തോഷമൊക്കെ പറയുകയും ഒക്കെ ചെയ്തതാണ്. നാഷണൽ അവാർഡ് കിട്ടിയിട്ട് എനിക്കൊരു ബ്രേക്ക് കിട്ടിയില്ല സംസാരിക്കാനായിട്ട്. ഉടനെ സിനിമകൾ എന്നൊക്കെ പറയുന്നത് ചർച്ചകൾ